BSOG 171 Indian Society Images and Realities 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 400 വേർഡ്സ് ഈച്ച് ആണ്. 5 essays ആണ് എഴുതേണ്ടത്. ഒരു essay 20 മാർക്ക്. അപ്പം തീർച്ചയായിട്ടും ഒരു essay 20 മാർക്ക് എന്ന് പറയുമ്പോൾ 5 essay തീർച്ചയായിട്ടും 1.5 പേജിന് അപ്പുറത്തേക്ക് ഒരു essay പോകുമ്പോൾ ഏകദേശം 20 പേജ് നമ്മൾ എത്തും എല്ലാം എഴുതി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ 2 പേജ് ഒരു essay വരും. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ ദ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യ. ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ബ്ലോക്ക് 1-ലെ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണിത്. എക്സ്പ്ലെയിൻ ദ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 11-ാമത്തെ പേജിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യ. 20 മാർക്കിന്റെ essay ആണ്. നമുക്ക് ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ദി കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് entails focusing on the ways and processes through which the content of the civilizational system is transmitted and communicated through different levels of society. അതായത് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രാമുഖ്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നതോ ആയ കാര്യം ഇതാണ്: ഏതേത് രീതിയിലാണ് ഒരു നാടിൻ്റെ സംസ്കാരം അത് പല പ്രദേശങ്ങളിലേക്കും തലമുറകളിലേക്കും അത് വ്യാപനം ചെയ്യുന്നതെന്ന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ തന്നെ പല തട്ടുകൾ, ഹയർ അല്ലെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ ലോവർ സ്ട്രാറ്റയിലൊക്കെ ഈ ആശയങ്ങൾ, പൊതു സംസ്കാരത്തിൻ്റെ അംശങ്ങൾ എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഡ്രോസ് അറ്റൻഷൻ ടു ദ സ്ട്രക്ചറൽ ഇൻ്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള ആ ഒരു കൂട്ടുയോജിപ്പ്, ഒത്തൊരുമ, ഘടനാപരമായിട്ട് പല വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ കൊണ്ട് ഒക്കെ അകന്നകന്ന് നിൽക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഒന്നായി തീർന്നിരിക്കുന്നു. ഒരു മതത്തിന്റെ പേരിലല്ല ഇന്ത്യയും ഒരു രാജ്യമായി, ഒരു ദേശമായി അംഗീകരിക്കപ്പെടുന്നത്, ഒത്തൊരുമിച്ച് നിൽക്കുന്നത്. ഒരു ഭാഷയുടെ പേരിലല്ല, ഒരു പൊതുഭാഷയോ ഒരു പൊതുമതമോ നമുക്കില്ല. എങ്കിലും ഒരു പൊതു സംസ്കാരം നമുക്കുണ്ട്. ആ പൊതു സംസ്കാരം നമ്മൾ എങ്ങനെയാണ് നാളുകൾ കൊണ്ടുള്ള സാംസ്കാരിക ചേർച്ചയിലൂടെ, ലയനത്തിലൂടെ, വലിയ സംസ്കാരങ്ങളും ചെറിയ സംസ്കാരങ്ങളും കൂടിയോജിച്ച് ഒരൊറ്റ സംസ്കാരമായി രൂപപ്പെട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത്. ആ ആശയത്തെ, അതാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടക്കുകയാണ്. കാലങ്ങളായി, സഹസ്രാബ്ദങ്ങളായി ഈ ഇന്ത്യയിലെ വ്യത്യസ്ത വിയോജിപ്പുകളുള്ള സംസ്കാരങ്ങൾ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ, കൾച്ചറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതാണ് കൾച്ചറൽ. അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അഥവാ കണ്ടിന്യൂമാണ്. ഇനി ദ വർക്ക്സ് ഓഫ് ദ സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ് മക്കിം മാരിയോട്ട് 1955 ആൻഡ് റോബർട്ട് റെഡ്ഫീൽഡ് 1956. ഇവര് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റുകളാണ്, നരവംശ ശാസ്ത്രജ്ഞന്മാരാണ്. സോഷ്യോളജിയിലെ ഒരു പ്രത്യേക ശാഖയാണ് ആന്ത്രപ്പോളജി, നമുക്കറിയാം. അവരിലെ 2 ആളുകൾ നമുക്ക് ഇന്ത്യയിൽ ഈ പ്രത്യേകത സാംസ്കാരിക വിനിമയത്തെക്കുറിച്ചും ആശയവിനിമയത്തെക്കുറിച്ചുമുള്ള ആ പഠനങ്ങൾ നടത്തിയ വ്യക്തികളാണ്. അവരുടെ പഠനങ്ങൾ നമുക്ക് നൽകുന്ന ശ്രദ്ധേയമായ ചില വിവരങ്ങളുണ്ട്. ദേ പ്രൊവൈഡ് എ സിഗ്നിഫിക്കന്റ് ബേസിസ് ടു അണ്ടർസ്റ്റാൻഡ് ദ യൂണിറ്റി ആൻഡ് ഇന്റർഡിപെൻഡൻസ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് സിവിലൈസേഷണൽ എൻറ്റിറ്റി. ഒരു സിവിലൈസേഷൻ എൻറ്റിറ്റിയുടെ പല ഭാഗങ്ങൾ നമ്മൾ എപ്രകാരമാണ് ഒരുമിച്ച് ഒന്നായി തീരുന്നത് എന്ന് ചർച്ച ചെയ്യുന്നു. നമ്മൾ മക്കിം മാരിയോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം 1924 ജനിച്ചു. 2024 അദ്ദേഹം മരിച്ചത്. അതായത് ഈ അടുത്ത് ഇദ്ദേഹം യൂണിവേഴ്സലൈസേഷൻ, ഇദ്ദേഹത്തിൻ്റെ പരോക്കലൈസേഷൻ, വില്ലേജ് ഇന്ത്യ എന്നീ പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വളരെ വേൾഡ് വൈഡ് ആയിട്ടുള്ള റിനൗണ്ട് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. ഇന്ത്യയുടെ കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചും മറ്റുമൊക്കെ അദ്ദേഹം ധാരാളം പഠനങ്ങൾ നടത്തി. Maki Marriott was an American anthropologist who made significant contributions to the field of anthropology, particularly in the area of Indian studies. പ്രത്യേകിച്ചും അമേരിക്കൻ നരവംശ ശാസ്ത്രജ്ഞനായിരുന്നിട്ട് കൂടി അദ്ദേഹം വിവിധങ്ങളായ മേഖലകളിൽ പഠനങ്ങൾ നടത്തി. ഇന്ത്യൻ സ്റ്റഡിയിൽ ആണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. മാരിയറ്റ് കണ്ടക്റ്റഡ് എക്സ്റ്റെൻസീവ് റിസർച്ച് ഓൺ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തിൽ, സമൂഹത്തിൽ, സൊസൈറ്റി ആൻഡ് പോളിറ്റിക്സ്, രാഷ്ട്രീയത്തിലൊക്കെ വ്യാപകമായ ഗവേഷണം നടത്തി എന്ന് പറയാം. അപ്പം തന്നെ ജാതി സമ്പ്രദായമാണ്, കാസ്റ്റ് സിസ്റ്റം. ഈ സ്റ്റഡീഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ദ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യൻ ജാതി സമ്പ്രദായത്തിന്റെ സങ്കീർണതകളെ കുറിച്ചാണ് അദ്ദേഹം പഠിച്ചത്. ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് ഓൺ സോഷ്യൽ ഹൈറാർക്കി.
അതുപോലെ തന്നെ സാമൂഹ്യ തട്ടുകളിൽ, സോഷ്യൽ ഹൈറാർക്കിയിൽ ഈ ഇന്ത്യയിലെ ജാതി സമ്പ്രദായം, മേൽത്തട്ട്, ഇടത്തട്ട്, കീഴ്ത്തട്ട് എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾ എപ്രകാരമുള്ള സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു എന്നതിനെ കുറിച്ചും അദ്ദേഹം പഠിച്ചു. ഒപ്പം തന്നെ അദ്ദേഹം പഠിച്ച വേറൊരു കാര്യം കൾച്ചറൽ ഇക്കോളജിയാണ്. മാരിയറ്റ് എക്സ്പ്ലോർഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൾച്ചർ, എൻവയോൺമെന്റ് ആൻഡ് ഇക്കണോമി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. സംസ്കാരം, പരിസ്ഥിതി, സാമ്പത്തിക ശാസ്ത്രം ഇതൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ എപ്രകാരമാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പഠനം നടത്തി. മാരിയറ്റ്സ് വർക്ക്സ് ചാലഞ്ച് ട്രഡീഷണൽ നോഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് പരമ്പരാഗതപരമായ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ഒരു നോഷൻ ഉണ്ടായിരുന്നു. നോഷൻ എന്ന് വെച്ചാൽ സങ്കല്പം, കാഴ്ചപ്പാട്. അത് ആകെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു, അഥവാ അതിനെ മാറ്റിമറിക്കുന്നതായിരുന്നു. ആൻഡ് കൾച്ചർ ആൻഡ് ഹിസ് ഐഡിയാസ് കണ്ടിന്യൂ ടു ഇൻഫ്ലുവൻസ് ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് ആൻഡ് സ്കോളർഷിപ്പ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആന്ത്രപ്പോളജിക്കൽ ഗവേഷണത്തിൽ അതുപോലെ തന്നെ സ്കോളർഷിപ്പിലൊക്കെ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത്. മാരിയറ്റ് ഹൈലൈറ്റ്സ് കൾച്ചറൽ സിന്തസിസ് ആൻഡ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. മക്കി മാരിയറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്? സാംസ്കാരികമായ ലയനവും അതുപോലെ തന്നെ ഇതിലെ കൂടിയ പാരമ്പര്യവും അതുപോലെ തന്നെ കുറഞ്ഞ പാരമ്പര്യവും, അല്ലെങ്കിൽ ഉയർന്ന പാരമ്പര്യവും അല്ലെങ്കിൽ ചെറിയ പാരമ്പര്യവും, അഥവാ ഒന്നുകൂടി പറഞ്ഞാൽ കൂടുതൽ വിപുലമായ ഒരു പാരമ്പര്യവും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു ലോക്കൽ പാരമ്പര്യവും തമ്മിൽ എപ്രകാരമാണ് പരസ്പരം ഇന്ററാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വൈൽ ഫോക്കസിങ് ഓൺ ഫെസ്റ്റിവൽസ്, അദ്ദേഹം ഇത് പഠിക്കാൻ വേണ്ടി ഓരോരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിൽ ഫോക്കസ് ചെയ്തു അദ്ദേഹത്തിന്റെ പഠനം. സെലിബ്രേറ്റഡ് ഇൻ എ സ്മോൾ നോർത്ത് ഇന്ത്യൻ വില്ലേജ് കിഷൻഗർ ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ചെറിയൊരു നോർത്ത് ഇന്ത്യൻ വില്ലേജാണ്, വടക്കേ ഇന്ത്യൻ ഗ്രാമമാണ് കിഷൻഗർ എന്ന് പറയുന്നത്. കിഷൻഗറി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ആ ഗ്രാമത്തിലെ ക്ഷേത്രോത്സവങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്ത് അദ്ദേഹം നടത്തിയ പഠനങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയത്. മക്കി മാരിയറ്റ്സ് വർക്ക് ലിറ്റിൽ കമ്മ്യൂണിറ്റീസ്. അദ്ദേഹത്തിന്റെ കൃതി ഇങ്ങനെയാണ്, ലിറ്റിൽ കമ്മ്യൂണിറ്റീസ് എന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് ഒന്നെടുത്തിരിക്കുക, എന്താണ് ലിറ്റിൽ കമ്മ്യൂണിറ്റീസ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിജീനിയസ് സിവിലൈസേഷൻ. അതായത് ഒരു നാടൻ സംസ്കാരമാണ് ഈ ഉത്തർപ്രദേശിലെ കിഷൻഗറിയിൽ ഉള്ളത്. 1955 അദ്ദേഹം പഠനം നടത്തിയത്. പ്രപ്പോസസ് ദ ട്വിൻ കോൺസെപ്റ്റ്. അദ്ദേഹത്തിന്റെ പഠനം പ്രപ്പോസ് ചെയ്യുന്നത് ഒരു രണ്ട് ആശയങ്ങൾ, ട്വിൻ കോൺസെപ്റ്റുകൾ, ഒരു ഇരട്ട ദ്വന്ദ്ങ്ങളായ രണ്ട് ആശയങ്ങൾ ഓഫ് യൂണിവേഴ്സലൈസേഷൻ ആൻഡ് പെറോക്കലൈസേഷൻ ഫോർ എക്സ്പ്ലെയിനിങ് ദ കൾച്ചറൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ, യൂണിവേഴ്സലൈസേഷൻ എന്നൊരു വാക്കും പെറോക്കലൈസേഷൻ എന്നിങ്ങനെ വേറൊരു വാക്കും അദ്ദേഹം അവിടെ പഠന വിധേയമാക്കിയുണ്ടായി. എന്താണ് യൂണിവേഴ്സലൈസേഷൻ എന്ന് നോക്കാം. യൂണിവേഴ്സലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ക്യാരിയിങ് ഫർദർ ദ ഗ്രേറ്റ് ട്രഡീഷൻ ബൈ എൻകമ്പോസിങ് ദ എലമെന്റ്സ് ഓഫ് ദ ലിറ്റിൽ ട്രഡീഷൻ. അതായത് ഗ്രേറ്റർ ട്രഡീഷന്റെ എലമെന്റ്സിനെ നമ്മൾ പഠിക്കുകയാണ്, അത് ചേർത്ത് ലിറ്റിൽ ട്രഡീഷനുമായി ചേർത്ത് വെച്ചാണ് പഠിക്കുക. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച്. എന്താണ് ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത്? പ്രാദേശികമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളുമാണ്. എന്താണ് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്? അതായത് കൂടുതൽ വിപുലമായ രാജ്യവും ഒട്ടാകെ പറയുന്ന വലിയ വേദപുസ്തകങ്ങളും മറ്റുമൊക്കെ ഉള്ള വലിയ മതസംഹിതകൾ പറയുന്ന ആ സംസ്കാരമാണ്. അതാണ് ആ വലിയ മതസംഹിതകൾ പറയുന്ന ആ സംസ്കാരം നമ്മുടെ പ്രാദേശികമായ കൊച്ചു കൊച്ചു സംസ്കാരങ്ങളുമായിട്ട് എങ്ങനെ ലയിപ്പിക്കാൻ കഴിഞ്ഞു, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യൂണിവേഴ്സലൈസേഷൻ പറയുന്നത്. അപ്പോ അതായത് വിപുലപ്പെടുത്തലാണെന്നർത്ഥം. ചെറിയ കാര്യങ്ങളിലേക്ക് വലിയ മതങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നല്ല, അവയെ കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് വലിയ മതങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സലൈസ്. ഇതിന്റെ നേരെ തിരിച്ചുള്ള ആശയമാണ് ഫോക്കസ് കൂടുതൽ ലോക്കൽ ട്രഡീഷന് കൊടുക്കുന്ന ആശയമാണ് പെറോക്കലൈസേഷൻ. അപ്പൊ യൂണിവേഴ്സലൈസേഷൻ എന്ന വാക്ക് എന്താണെന്ന് ഓർക്കുക. ചെറിയ മതങ്ങൾ അഥവാ ചെറിയ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള കൊച്ചു പ്രാദേശിക ഉത്സവങ്ങൾ വലിയ ആചാരങ്ങളും ഉത്സവങ്ങളോട് കൂട്ടിച്ചേർത്ത് ബന്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ അതിനൊരു സാർവത്രിക മാനം ആ ചെറിയ പ്രാദേശികമായ ഉത്സവത്തിന് ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരും ആഘോഷിക്കുന്ന ആ ആഘോഷങ്ങളോട് ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ആശയം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. പെറോക്കലൈസേഷൻ എന്താണ്? പെറോക്കലൈസേഷൻ മീൻസ് ആ വേർഡിന്റെ അർത്ഥം ഫോക്കസിങ് ഓൺ ലോക്കൽ ട്രഡീഷൻ ആണ്. ദ പ്രോസസ് ബൈ വിച്ച് ദ യൂണിവേഴ്സാലിസ്റ്റിക് ഗ്രേറ്റ് ട്രഡീഷൻ വാസ് അഡാപ്റ്റഡ് ആൻഡ് മോഡിഫൈഡ് ടു ഫിറ്റ് ലോക്കൽ കോണ്ടെക്സ്റ്റ്. യൂണിവേഴ്സാലിസ്റ്റിക് ആയിട്ടുള്ള ആ ലോക്കൽ ട്രഡീഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, മോഡിഫൈ ചെയ്യുന്നു. എന്തിന്? ലോക്കൽ കോണ്ടെക്സ്റ്റിൽ അതിന് ഇണങ്ങുന്ന രീതിയിൽ, പ്രാദേശികമായി അതിന് ഇണങ്ങുന്നത്. മാരിയറ്റ്സ് സിന്തസിസ് ഓഫ് ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സ് ഡൈനാമിക് നേച്ചർ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി.
മാരിയോട്ടിന്റെ ഈ ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും തമ്മിലുള്ള ആ സങ്കീർണമായിട്ടുള്ള സ്വഭാവത്തെ കൂട്ടിച്ചേർക്കുക, ലയിപ്പിക്കുക എന്ന കാര്യം അതാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തത്. ഇന്ത്യൻ കൾച്ചറിലെ ആ ഡൈനാമിക് നേച്ചർ, വൈവിധ്യമാർന്ന സ്വഭാവത്തെയാണ് ഡൈനാമിക് നേച്ചർ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തു. ഹി ഡെമോൺസ്ട്രേറ്റഡ് ഹൗ പരോക്കലിസം ഓർ ദ ടെൻഡൻസി ടു ഫോക്കസ് ഓൺ ലോക്കൽ കൺസേൺസ്, പ്രാദേശികമായ ആശയങ്ങളോട് എങ്ങനെ വലിയ മതത്തിന്റെ ചിന്തകളെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുക എന്ന ചിന്ത, അതാണ് പരോക്കലൈസേഷൻ. കുഡ് കോഎക്സിസ്റ്റ് വിത്ത് യൂണിവേഴ്സാലിസ്റ്റിക് വാല്യൂസ് ആൻഡ് നോംസ്, അത് എങ്ങനെയാണ് സാർവത്രികമായി നിലനിൽക്കുന്ന വലിയ വാല്യൂസിനോടും നോംസിനോടും എങ്ങനെ ചേർന്ന് പോകാം എന്ന് ചിന്തിക്കുന്ന രീതി. അതുപോലെ തന്നെ മറ്റൊരു ആന്ത്രപ്പോളജിസ്റ്റാണ് റെഡ്ഫീൽഡ്. റോബർട്ട് റെഡ്ഫീൽഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1898 മുതൽ ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 1897 എന്നും പറയുന്നുണ്ട്, 1958 വരെ. എന്തുവാട്ടെ, അദ്ദേഹം റെഡ്ഫീൽഡ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. ഗ്രേറ്റ് ട്രഡീഷൻ, ലിറ്റിൽ ട്രഡീഷൻ എന്ന വർക്കിൽ അദ്ദേഹം വളരെ ഫേമസ് ആണ്. വിച്ച് ഹി ഡെവലപ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് മക്കി മാരിയോട്ട്. മക്കി മാരിയോട്ടുമായിട്ട് ചേർന്നാണ് അദ്ദേഹം ഈ ആശയം ഡെവലപ്പ് ചെയ്തു വന്നത്. മക്കി മാരിയോട്ടിന്റെ ആശയം ഏതാണ്? അതാണ് പറഞ്ഞു വരുന്നത് യൂണിവേഴ്സലൈസേഷനും പരോക്കലൈസേഷനും. റെഡ്ഫീൽഡിന്റെ ആശയം ഏതാണ്? ഗ്രേറ്റ് ട്രഡീഷൻ, ലിറ്റിൽ ട്രഡീഷൻ. However, റെഡ്ഫീൽഡ്സ് ഓൺ വർക്ക് ഫോക്കസ്ഡ് മോർ ഓൺ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ. റെഡ്ഫീൽഡിന്റെ സ്വന്തം വർക്ക് എന്തിനാണ് ഫോക്കസ് ചെയ്തത്? വ്യത്യാസം പറയുന്നതിലാണ്. അതായത് ഗ്രേറ്റ് ട്രഡീഷൻ എന്താണ്? ദ ഫോർമൽ ഓർത്തഡോക്സ് ആൻഡ് ഓഫൺ ലിറ്ററേറ്റ് ട്രഡീഷൻ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഫോർമലായ ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷൻ, ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ദ എഡ്യൂക്കേറ്റഡ് അലൈവ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ആ വരേണ്യവർഗവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ദ ഇൻഫോർമൽ ഫോക്ക് ആൻഡ് ഓഫൺ നോൺ ലിറ്ററേറ്റ് ട്രഡീഷൻ ഓഫ് എ സൊസൈറ്റി, ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് റൂറൽ ഓർ പെസന്റ് കമ്മ്യൂണിറ്റീസ്, പ്രത്യേകിച്ച് ഗ്രാമീണ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കർഷക സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളെയാണ് ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഹിന്ദുമതം ഒരു ഗ്രേറ്റ് ട്രഡീഷനാണ്. അതിന്റെ സംസ്കൃത അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിന്റെ എല്ലാ സമ്പൂർണ്ണ ടെക്സ്റ്റുകൾ, വേദങ്ങൾ, പുരാണങ്ങൾ, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലീജിയനെയാണ് നമ്മൾ ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ടെക്സ്റ്റുകളൊന്നുമില്ല, കുറെ പാരമ്പര്യങ്ങളും ശീലങ്ങളും കൊണ്ട് ഒരു മതവിശ്വാസം, അതിൽ അവരുടെ ഉത്സവം, ആചാരം, അതൊക്കെയാണ് ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ റെഡ്ഫീൽഡ് പറയുന്നത്. റെഡ്ഫീൽഡ്സ് വർക്ക് എക്സ്പ്ലോർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ട്രഡീഷൻസ്. ഈ ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള എക്സ്പ്ലോറേഷൻ ആണ് റെഡ്ഫീൽഡ് നടത്തിയത്. ആൻഡ് ഹി ആർഗ്യൂഡ് ദാറ്റ് ദേ വർ ഇന്റർകണക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. ഇവ പരസ്പരം ബന്ധിതമാണെന്ന് അദ്ദേഹം വാദിച്ചു. സിമിലർലി റെഡ്ഫീൽഡ്സ് അനാലിസിസ് റിഫ്ലെക്ട്സ് കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. ഈ ഗ്രേറ്റ് ട്രഡീഷൻ ലിറ്റിൽ ട്രഡീഷൻ തമ്മിൽ ആദ്യം ഒരു ലയനം ഉണ്ടായി അതോടെ അവസാനിക്കുകയല്ല, അത് പിന്നെയും ആ സമ്പർക്കം തുടർന്നുകൊണ്ട് പിന്നെയും മോഡിഫിക്കേഷൻസ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇൻ ദ ഫോം ഓഫ് ഫോക്ക് അർബൻ കണ്ടിന്യൂം, അതായത് നാടോടി അല്ലെങ്കിൽ നഗര പാരമ്പര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ സിംബയോട്ടിക് ആൻഡ് ഇന്റർഡിപെൻഡന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു. ഇവയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുണ്ട്, അതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള ബന്ധം സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അതാണ് ഇന്റർഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് റിലേറ്റ്സ് ടു ദ സിസ്റ്റമറ്റൈസേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ലോക്കൽ റൈറ്റ്സ്. പ്രാദേശികമായ അനുഷ്ഠാനങ്ങൾ, ലോക്കൽ റൈറ്റ്സിനെ അതിനെ ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആക്കുന്നു, അതിനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് അതിനെ കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ പുതിയ യൂണിവേഴ്സൽ വാല്യൂസിലേക്ക് അതിനെ ബന്ധിപ്പിക്കുന്നു, കൾച്ചറൽ ഐഡിയാസിലേക്ക് ബന്ധിപ്പിക്കുന്നു, യൂണിവേഴ്സൽ സാൻസ്ക്രിറ്റിക് ബിലീഫ് സിസ്റ്റത്തിലേക്ക്. ടു എക്സ്പ്ലെയിൻ ഹിസ് പോയിന്റ്, തന്റെ ആശയം വിശദമാക്കാനായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി ടേക്സ് ദ എക്സാമ്പിൾ ഓഫ് ദ ദിവാലി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് സെലിബ്രേറ്റഡ് ലോക്കലി ഇൻ കിഷൻഗർ വില്ലേജ് ടു പ്രൊപ്പറ്റിയേറ്റ് ഗോഡ്സ് ഓഫ് വെൽത്ത്. സമ്പത്തിന്റെ ദേവതയായിട്ട് ആ കിഷൻഗർഹി ഗ്രാമത്തിലെ ഉത്തർപ്രദേശില് നൗട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗട്രി എന്ന് പറയും, ആ ദേവതയുണ്ടായിരുന്നു, പ്രാദേശിക ദേവതയാണ്. ആ പ്രാദേശിക ദേവതയുടെ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധിപ്പിക്കുക. ദ പ്രോസസ് ഓഫ് പാരക്കലൈസേഷൻ കൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ക്യാരക്ടറിസ്റ്റിക് ക്രിയേറ്റീവ് വർക്ക് ഓഫ് ലിറ്റിൽ കമ്മ്യൂണിറ്റീസ് വിത്തിൻ ഇന്ത്യാസ് ഇൻഡിജീനിയസ് സിവിലൈസേഷൻ. ഈ കൊച്ചു സമൂഹങ്ങൾ ഇന്ത്യയുടെ ആ നാടോടി സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിൽ അവയുടെ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എടുക്കുകയാണ്. He explains, അദ്ദേഹം പറയുന്നു, the process through examples from Kishangarhi, the festival of Navaratri, in which the 9 Durgas are worshipped for 9 successive days. 9 തുടർച്ചയായ ദിവസങ്ങളിൽ 9 ദുർഗകളെയാണ് ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അതാണ് നൗട്രി എന്ന് പറയുന്നത്. ആ നൗട്രി എന്ന് പറയുന്ന ആഘോഷത്തെ
ചിലപ്പോൾ സൗട്രി എന്നും പറയാറുണ്ട്. ഇൻ കിഷൻഗർഹി എ ഫീമെയിൽ ഡയറ്റി നോർത്ത മെയ്ഡ് ഓഫ് മഡ് ഈസ് വർഷിപ്ഡ് ഫോർ 9 ഡയറ്റീസ്. നോർത്ത എന്നും പറയാറുണ്ട്. അത് 9 ചെളി കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമാണ്. 9 ദിവസത്തേക്ക് ആരാധിക്കുന്നു.